എല്ലാവർക്കും 7 Days ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ കാൻഡൂസിൽ കാറിൻ്റെ ഷോ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോണതാട്ടോ. അപ്പോൾ അങ്ങ് കാണാം ഭയങ്കര പുകയും കാര്യങ്ങളൊക്കെ. നമുക്ക് കാൻഡൂസിൽ അങ്ങനെ ട്രെയിൻ വന്നേക്കണു. കാൻഡൂസിൽ ട്രെയിൻ വന്നേക്കണതാട്ടോ. കണ്ടോളൂ, അങ്ങ് വരെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ആൾക്കാരെ കണ്ട് ഇതിലെ പോവും. ഇത് ഇതിലെ പോകുമെന്ന് അറിയില്ലല്ലോ. ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോയിരിക്കും. അങ്ങോട്ട് പോവില്ലായിരിക്കും, ഇത് അങ്ങോട്ട് പോയിരിക്കും. ഇതിൻ്റെ പരിപാടി കാണാൻ വേണ്ടി വന്നേക്കണതെന്നാണ്. എന്തോരം ഉണ്ട് നോക്കി. ഒരുമിച്ചാണല്ലോ വണ്ടി കിടക്കുന്നത്. ഓരോ വണ്ടികളൊക്കെ വെച്ച് പറഞ്ഞോ. ഇവിടെ കിടക്കണ നോക്കിയാൽ നേരത്തിന് അങ്ങ് പോയിട്ട് ചീട്ട് എടുത്തിട്ടാണ് എൻ്റെ ക്ലാസ്സിലുള്ള ഒരുത്തിൻ്റെ വണ്ടിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് കണ്ട് ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു വണ്ടി. ഓരോ വണ്ടി വരതായിട്ട് കിടക്കാൻ ചില വണ്ടികളൊന്നും ഒന്നുമില്ല കാണാനായിട്ട്. ഇതൊക്കെ ഗൈസ് വണ്ടികളുടെ എല്ലാം തുറന്ന് വെച്ചിട്ടാട്ടോ. എഞ്ചിനുകളൊക്കെ ഇരിക്കുന്നതൊക്കെ പുറത്ത് അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ ഓരോ വണ്ടികൾ നോക്കി എൻ്റെ എഞ്ചിനൊക്കെ നോക്കിയാൽ നല്ല സെറ്റപ്പ് അല്ലേ എന്നൊക്കെ പുറത്തേക്ക് തന്നെ അല്ലേ. നമുക്ക് അവിടേക്ക് പോകാം. അവിടെ ഇതിൻ്റെ പെർഫോമൻസ് നടക്കുന്നുണ്ട്. അത് പോയി കാണാം. റേസിങ്ങിന് വേണ്ടിയിട്ട് ഒരുക്കി നിർത്തിയേക്കണ വണ്ടികളാട്ടോ. അതിൻ്റെ ഫിൽറ്ററും എഞ്ചിനൊക്കെ കണ്ടോ പുറത്തുള്ള വണ്ടികളാണ്. ഇതേപോലെ അനേകം വണ്ടികൾ പെർഫോമൻസിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഈ കാർണിവലിൽ. ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ എഞ്ചിനും നോക്കി. ഇതിൻ്റെയൊക്കെ പരിപാടികൾ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇതേപോലെ ഒരുപാട് വണ്ടികൾ കണ്ടോ. ടയറൊക്കെ ഇവിടെ വന്നിട്ട് മാറ്റി വരും, വേറെ ടയറുകളാക്കും. അപ്പോൾ ഭാഗ്യം നമുക്ക് ഇവരുടെ കറക്കൽ പുകയുടെ പെണ്ണളാണ്. ഒന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ പുകയാട്ടോ. വണ്ടി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് അപ്പുറ സൈഡിൽ പോയി കാണാം. അപ്പുറ സൈഡ്
ഇതൊരു നോർമൽ കാറാട്ടോ, വലിയ സുഖമല്ല. പക്ഷേ ഇത് സൗണ്ട് കണ്ടോ, അതൊരു നോർമൽ കാറാണ്. മാക്സിമം ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. നോർമൽ കാറാണ്. ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിന്ന് പോയോ? അല്ലല്ല, ഒരു അപ്പനും മോളാന്ന് എനിക്ക് തോന്നുന്നു. അതന്നെ. വലിയ സൗണ്ടും ഇല്ല. ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലുണ്ട്. മൂപ്പിച്ച് എനിക്ക് ഭയങ്കര അകലേന്ന് ഫോക്കസ് ചെയ്യാനാണല്ലോ. അനങ്ങമ്മ മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ പ്രശ്നം. റെഡിയായി കിടക്കണ്ട കേട്ടോ. എല്ലാവരും ഒച്ചയെടുക്കേണ്ടത്. ആൾക്കാരൊക്കെ കാണാൻ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. ഇത് നോക്കി, എല്ലാ ആൾക്കാരും ഓടി അടുത്തേക്ക് വരാണ്. ഇതെന്തോ വലിയ ആളാന്ന് തോന്നുന്നു. കണ്ടോ? എല്ലാ ആൾക്കാരും എന്താണ്ടോ ഇരുന്നോടത്ത് നിന്ന് എണീറ്റ് അടുത്തേക്ക് വന്നു. ടയറുകളൊക്കെ പൊട്ടിയതെടുത്ത് മാറ്റണു. ഇവൻ പുലിയാന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ കൈയടിക്കുന്നുണ്ട്, ഇറങ്ങി വരുന്നുണ്ട്. പച്ചക്കൊടി കാണിച്ചു. വന്നടാ. കണ്ടോ? ആൾക്കാരൊക്കെ എണീറ്റ് അവൻ്റെ അങ്ങോട്ട് ചെല്ലാം, അടുത്തേക്കല്ല. ഇവിടെ നിന്ന് എന്തു പറഞ്ഞാലും കേൾക്കില്ല. ടയർ ഒരെണ്ണം പൊട്ടി, രണ്ടാമത്തെ പൊട്ടി, അതും പൊട്ടി. ക്യാമറമാൻ്റെ മേത്ത് ക്യാമറമാൻ്റെ അതൊക്കെ ചോന കളറ്, പിങ്ക് കളറ്. അതൊരു വെറൈറ്റി ആയിപ്പോയിട്ടോ, കളറ് മാറി. അറിയില്ല. ഇതെങ്ങനെ ഈ കളർ വന്നു? ഒരു ഐഡിയ ഇല്ല.
എൻ്റെ അമ്മ പുക അടുത്ത് ഒരു ഗ്രീൻ കളർ എഞ്ചിനൊക്കെ പുറത്താക്കി വെച്ചിട്ട് വരുന്ന മണ്ണുണ്ട് കേട്ടോ. എവിടെയൊന്നും കാണാൻ പറ്റില്ല, മൊത്തം പോകുകയായി. എവിടെയത് അതേ കിടക്കണ്, ഒന്നും കാണാൻ പറ്റാണ്ടായിപ്പോയി. ആ എൻജിൻ ഓഫായി പോയി, എൻജിൻ പോയി, എൻജിൻ്റെ പരിപാടി തീർന്നു. ആ ഇത് രണ്ട് ആ പെണ്ണുങ്ങൾ വന്നത് തോന്നണോ? ആ ഇത് രണ്ട് പെണ്ണുങ്ങളാട്ടോ, രണ്ട് പെണ്ണുങ്ങളാണ് നീ വരുന്നത് ആ വണ്ടി. ടയർ പറ്റി തെറിച്ചു പോയാണ്ടോ? അവിടെ കിടക്കുന്ന ടയർ. അയ്യോ കറക്കണോ നോക്കിയേ, ഭയങ്കര കറക്കില്ല. വേണ്ടോ പുക കാരണം കൊണ്ട് നമുക്കൊന്നും ക്ലിയർ അല്ല കാണാനൊന്നും. എന്നാലും എന്തുമാത്രം വണ്ടികളാണ് വന്നേക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് എൻജിൻ അവർ പണിത് ഇറക്കിയേക്കാണ്. അടുത്ത വണ്ടി വരുന്നുണ്ട് നോക്കി. അവിടെ പുകയ്ക്കാണ്. അടുത്തൊരു സാധനം മനുണ്ട് മക്കളെ, അതേ പൊളി സാധനം, എല്ലാവരും ഓടാണ്. 360 ക്യാമറ ചെയ്യണം നോക്കിയാൽ മേളിലേക്ക് വന്ന്
വണ്ടി സ്റ്റാർട്ട് ചെയ്തൂല കത്തിയിട്ട്. ടയറാണോ കത്തിയ? രക്ഷയില്ലല്ലോ അതേമാതിരി. അപ്പോൾ വണ്ടി നോക്ക്. അയ്യോ പോവാണ്. കേട്ടോ, അതായത് അവിടെ ഒരു കാറ് റെഡിയാക്കി കിടക്കണ്ട് വരാൻ. ആ വണ്ടിക്ക് എന്താ പോയി? ആ കത്ത് പിടിച്ചു. ദേ ആ വണ്ടി കത്ത് പിടിച്ചു. ദേ കത്തി. ഇപ്പോൾ ഇവിടെ റേസ് ചെയ്ത കാറ് കത്ത് പിടിച്ചു. ഇതുണ്ടോ ഇവിടെ കാർ റേസ്, ഇവിടെ കാറിൻ്റെ ഒരു കാർ റേസിംഗ് മേള കിടക്കുക. അത് കണ്ടോ ആ കാർ ഇപ്പോൾ ഇവിടെ റേസ് ചെയ്ത കാറ് ദേ കത്തി. ദേ കിടക്കുന്നുണ്ട് അവിടെ അകലെ. ദേ കിടക്കുന്നു. ഇതിപ്പോൾ വരും സാധനം. ആ എടാ ഞങ്ങളിവിടെ ദേവന്നൊക്കെയാ ദേ പർപ്പിൾ കളർ പുകയായിട്ട് പുകച്ചു വന്നുണ്ടോ കാറ്. ഡ്രിഫ്റ്റിംഗ് ആണ്, ഡ്രിഫ്റ്റിംഗ്. ദേവന് കത്തി വണ്ടി കത്തി. ഭയങ്കര ഹലോ ഹലോ എടാ ഒന്നും കേൾക്കാൻ പറ്റില്ല, ഭയങ്കര റേസിങ്ങാ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഗ്രൗണ്ടില്ലേ അവിടെ കാർ റേസിങ് നടന്നുകൊണ്ടിരിക്കുക. കാർബൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയതാ. ഓക്കെ ഇച്ചിരി കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാം ഞാൻ. നമ്മുടെ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന്
നമ്മുടെ മാർക്കറ്റിലേക്ക് പോകണ വഴിക്കാണ്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ഗ്രൗണ്ടില്ലേ, ആ ഗ്രൗണ്ടിൽ വലിയ ഗ്രൗണ്ടിൽ എൻ്റെ മൂട്ടിൽ ചെളിയായ അത് അങ്ങോട്ട് കയറിപ്പോയി. പോയിട്ട് നോക്കിക്കോ. അയ്യോ ഓഫായോ? ഇവിടെ ഈ കാറിന് ടയർ വെട്ടിയിട്ട് ആ ക്യാമറമാൻ്റെ മേത്തേക്ക് തെറിച്ചു ടയർ വെട്ടി. അത് ഡ്രിഫ്റ്റിംഗ് ഭയങ്കര. ഇത് ചാനലിൻ്റെ ആളാണ്.
ആ ജിപ്സി പോലത്തെ വണ്ടിയാണ് പിടിച്ചോ. ആ നല്ല സൈലൻസറിൽ ഇരിക്കുന്നത് എവിടെയാ? അടുത്ത വണ്ടി ഇപ്പോൾ ഈ വണ്ടി കണ്ടോ? ഒരുപാട് വണ്ടികൾ ഇതേപോലെ കിടക്കുന്നുണ്ട്. കേട്ടോ പിടിച്ചിരിക്കുന്നത്. ഏതിലും നമ്മൾ കയറി അതിലല്ലേ? ഇത് നമ്മുടെ ഇവനല്ലേ എക്സിറ്റ് അവിടെ അവിടെ അത് എഞ്ചിൻ മേളിലേക്ക് ആക്കി നല്ല എന്താണ് ഏതാ മോൺസ്റ്റർ. അതിൻ്റെ ബാക്കിൽ വീല കഴിച്ചു വെച്ചാൽ കാണുമോ എനിക്ക്? അതിൻ്റെ ബാക്കിലെ വീല അകത്തേക്ക് തള്ളി കാണുക കണ്ടോ? അതൊക്കെ കാണിക്കുക അതിൻ്റെ. ഓക്കെ അകം കാണിച്ചു നോക്കിയേ. അകമൊക്കെ കണ്ടോ? കാണിച്ചു തന്നെയാണ് കയറിന്ന് ബാക്കൊക്കെ കാണിച്ച. എൻജിൻ നോക്കി, എൻജിനൊക്കെ പണത് പുറത്തേക്ക് ആക്കി വെച്ചാൽ കാണുന്നല്ല. എൻജിൻ കണ്ടോ? ഇതിന് വേണ്ടിയിട്ട് പണത് സെറ്റാക്കിയാൽ കാണുക ഈ വണ്ടികൾ. എൻജിൻ്റെ ക്രാങ്ക് വെയിറ്റൊക്കെ കൂട്ടി പണം നല്ല സെറ്റാക്കി. ഇപ്പോൾ നമുക്ക് അടുത്ത വണ്ടി കാണിക്കാൻ. ഇത് നോക്കിയേ ഗൈസ്, അടുത്ത വണ്ടി കണ്ടോ? ഇതിന് വേണ്ടിയിട്ട് പണത് ഇതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നതാണ്. എൻജിനൊക്കെ ഫിൽറ്ററൊക്കെ ചെയ്ത് കണ്ടോ? ക്രാങ്ക് വെയിറ്റ് കയറ്റി ഫിൽറ്റർ കയറ്റി വെച്ചിട്ട് ഇത് ഇറക്കിയേക്കണതാ. ബാ ഇതിൻ്റെ അകം കാണിച്ചാടാ. കണ്ടോ? റേസിങ്ങിന് വേണ്ടിയിട്ട് പണത് ഇറക്കിയേക്കുന്ന ഒരു വണ്ടിയാണ്. ബാക്ക് വശത്ത് ടാങ്ക് കണ്ടോ? ഇതാണ്. ഇതുപോലെ ഒരു 100-500 വണ്ടീന് മുകളിൽ ഇവിടെ പണത് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് വേണ്ടി പിള്ളേർക്ക് വേണ്ടിയിട്ട് റൈഡുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇത് നോക്കി എൻജിൻ നോക്കിയാൽ ഈ വണ്ടിയുടെ എൻജിൻ നോക്കിയേ. നല്ല ക്രാങ്ക് വെയിറ്റൊക്കെ കയറ്റി. ഇത് ഏതാ ലോറിയുടെ എൻജിനൊക്കെ കയറ്റി വെച്ചേക്കണതാണോ? കണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി പഴയ മോഡൽ വണ്ടികളാണ് ഇവർ പണതിറക്കിയേക്കണത്. ഇതൊക്കെ ഒരു സബ്ബൊക്കെ ഇരിക്കുന്ന നോക്കി. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന സബ്ബ് കണ്ടോ? ഇതിൻ്റെ ഡോറ് മറ്റേ ഇതിൻ്റെ പോലെ. പക്ഷേ ഇതിൻ്റെയൊക്കെ വീലുകൾ കണ്ടോ? ഇത് ടയർ പൊട്ടിയതാണ് അവിടെ റേസിങ് കഴിഞ്ഞ്. ഇത് റേസ് ചെയ്ത് ടയർ പൊട്ടിയിട്ടിട്ടേക്കണതാ. ഇത് കണ്ടോ? ഇത് നോക്കി. മസ്താങ്ങിൻ്റെ ആണ്. മസ്താങ്ങിൻ്റെ കില്ലൻ ഒരു സാധനമാണിത്. ഇത് കണ്ടോ? മസ്താങ് ഇത്രയും ഇതൊക്കെ ഏറ്റവും ഓൾഡ് മോഡലാണ് എനിക്ക് തോന്നുന്നു. ഒത്തിരി ഓൾഡ് മോഡലാണ്. പണത് ഇറക്കി നല്ല സെറ്റാക്കി വെച്ചാണതാ. പിന്നെ ഫിൽറ്ററൊക്കെ കണ്ടോ? ഫിൽറ്റർ കണ്ടോ? എൻജിൻ്റെ ഷോക്ക് ഓബ്സർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ സൈഡ് വ്യൂ കാണിച്ചാടാ. നല്ല അടിപൊളി ഒരു സൈഡ് വ്യൂ ആയിട്ട് ഉള്ളൊക്കെ കാണിക്കുക. അതിൻ്റെ
കണ്ട അതിൻ്റെ സ്വിച്ചുകൾ ഫ്ലൈറ്റിൽ കയറിയത് ചെയ്യണ പോലത്തെയാണ് സ്വിച്ചുകൾ നോക്കുക എന്തോരാന്നുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ എന്തോ ടാങ്കൊക്കെ ബാക്കിലാണ്. ഇതുണ്ടോ ഇങ്ങനെ ഇതേപോലെ ഇതിപ്പോൾ റേസിങ് കഴിഞ്ഞ വണ്ടിയാണ് ആ പോണത്. ആ ടയർ കണ്ടോ, ഇല്ല ടയറൊക്കെ പൊട്ടിപ്പോയി. ഇത് നോക്ക്, ആ ഗ്രൗണ്ട് ഫുള്ള് ആ വണ്ടികളാട്ടോ. ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ചെക്കിങ്, സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇതിനകത്ത് നിന്ന് ഇനി ഓരോ വണ്ടികളെടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യണത്. ഇത് ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയതാണ്. നമ്മളിപ്പോൾ വന്നു ജസ്റ്റ് കുറച്ച് നേരം എൻജോയ് ചെയ്തു. പക്ഷെ ഇതിന് ഭയങ്കര പൊല്യൂഷൻ പ്രശ്നമുണ്ട്. നമുക്ക് വല്ല ആസ്മയൊക്കെ വരും, അത്രയും പുകയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ആൾക്കാരാ. ഏതാ ഏതാ ആ അതിന് ടീഷർട്ടുകളും. ഇവിടെ ഒത്തിരി സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ പ്രോഗ്രാമിൻ്റെ പേരിലുള്ള. നമ്മളപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മടുത്തു. ഒത്തിരി പുകയും ഒക്കെ അടിച്ചു. വെയിലെന്ന് പറഞ്ഞാൽ അസൽ വെയിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇനി ഇവിടെ നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ടത് നമുക്കിത് ഈ ടാഗ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഫീസ് ഒരു ദിവസത്തേക്ക് $35 ഒരാൾക്ക്. അപ്പോൾ ഈ ടാഗ് കിട്ടും. അങ്ങനെ കയറിയതാണ്. എനിക്ക് അറിയില്ല ഈ ടാഗ് ഇന്ന് ഫുൾ ഡേ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പോകുമ്പോൾ ചോദിച്ചു നോക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ വെയിലൊക്കെ മാറി രാത്രി നമ്മൾ വരും ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പയ്യെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. വീട്ടിൽ പോയി ഒന്ന് കാരണം അടുത്ത വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഈ വണ്ടി ഇതൊക്കെ തയ്യാറ്. ഇത് കറക്കിയതാണോ? അല്ല, ഇതിപ്പോൾ കറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാട്ടോ അത്. ഇത് കറങ്ങിയതാണ്. ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. അടുത്ത് കറക്കാൻ വേണ്ടി തയ്യാറെടുപ്പോടുകൂടി വരുന്നതാണ് ആ കാണുന്നത്. നമുക്ക് അത് ഒരു ഭാര്യയും ഭർത്താവും കൂടി കേട്ടോ വന്നേക്കണേ. അവന് മാർക്ക് ചെയ്തു. അമ്മയും അപ്പനും മോനും കൂടി വന്നതാണ്. ഓഫ് ചെയ്തു. നമുക്കപ്പോൾ പോയിട്ട് ഇനി വൈകിട്ട് അങ്ങനെ മടുത്തു.